ഹായ് ഹലോ ഗ്രീൻ ട്യൂബിളിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടത്. കുറച്ച് തൈ ഞാൻ നട്ടു, ഇനിയും നടാനുണ്ട്. തക്കാളിയും വഴുതനങ്ങയും പച്ചമുളകൊക്കെ നടാനുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫാമിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടിയും വ്യത്യാസങ്ങൾ ഞാൻ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മൾ ഡോറ് തുറന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാഴ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടായ ഒരു വാഴക്കണ്ണാണ്. അത് ഞാൻ ഇവിടേക്ക് പറിച്ചൊന്ന് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഷീറ്റുമ്മയ്ക്കൊക്കെ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ ചൂട് വരുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വാഴ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താറാവുകൾ വരണാട്ട് മുന്നേ തന്നെ നമുക്ക് കുറച്ച് വാഴകളൊക്കെ നട്ട് വലുതാക്കണം. അതിന് ശേഷം നമുക്ക് താറാവിനെ ഇവിടെ അയച്ചിടണം. അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അതനുസരിച്ചാണ് ഞാനിപ്പോൾ കുറച്ച് വാഴ കണ്ണൊക്കെ നട്ടേക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വാഴക്കണ്ണ് നട്ടു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മരം നമുക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ ഈ ഭാഗത്ത് 4 വാഴക്കണ്ണ് ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വാഴക്കണ്ണൊന്നും ഞാൻ വാങ്ങിയതില്ല കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായതാണ്. ഈ പറമ്പിൽ, അതായത് ഈ തിരിച്ചേക്കണ പറമ്പിൽ പിന്നെ നമ്മൾ നടക്കണ വഴിയുണ്ടല്ലോ, ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗത്ത് 2 വാഴക്കണ്ണ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറിച്ച് മാറ്റി നട്ടതാണ് അതൊക്കെ. പിന്നെ ഈ പുല്ല് മാറ്റി നടണം. ഇതെന്തിനാ മാറ്റി നട്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടായിരുന്നു, അതാണ് ഇനി ഇവിടെ വെക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചീര ഇവിടെ മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ വശത്ത് ചീര അത്യാവശ്യം മുള വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഇട്ടതാണ്, മുന്നത്തെ വീഡിയോ കണ്ടാൽ അറിയാൻ പറ്റും. വെറുതെ ഇങ്ങനെ വിതറിയിട്ടതാണ്, പക്ഷേ സാധനം മുളച്ചിട്ടുണ്ട്. 2-3 ദിവസം മഴ പെയ്തില്ല, അപ്പം അതിൻ്റെ നനവ് കൊണ്ടാണ് ഇത് മുളച്ചത്. പിന്നെ ഞാൻ തൈ നട്ടു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇതുകൾ കേട്ടോ. ഈ വഴുതനങ്ങ തൈയാണ് ഞാൻ നട്ടേക്കണത്. ഒരു 6 വഴുതനങ്ങ തൈ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ തൈകളാണ് ഇത് നട്ട് കൊടുത്തേക്കണത്. അതെന്തിനാന്ന് വെച്ചാൽ ഇത്തിരിയും കൂടിയും കാട് രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കണത് കേട്ടോ, അടുപ്പിച്ച് നട്ടേക്കണത്. പിന്നെ ഈ ടാങ്കിൻ്റെ ഇവിടെ ഉണ്ടായ 2 വാഴക്കണ്ണാണ് ഞാൻ പുറത്തേക്ക് മാറ്റി നട്ടേക്കണത്. പിന്നെ ഇത് അവിടെ വഴുതനങ്ങ വെച്ചതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മഴ പെയ്ത കാരണമാണ് അതൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ഇനി ഈ ചെടിയും കൂടി മാറ്റി നടണം. പിന്നെ ഇവിടെ പച്ചമുളക് നമ്മൾ പറിച്ചിട്ടില്ല. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പച്ചമുളക് പറിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും പറിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യണതായിരിക്കും കേട്ടോ. ഇനി കുറച്ചും കൂടി ഉണ്ടാവാനുണ്ട്. അപ്പോൾ അത് പൊട്ടിയാണ് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിങ്ങനെ കായ്ക്കണ കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ തൈ വാങ്ങിയിട്ട് വെറുതെ നട്ടതാണ്. ഞാൻ ഇതിന് വളമൊന്നും കൊടുക്കാറില്ല. സാധനം മുളച്ച് പച്ചമുളക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പള്ളത്തിലെ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് മാറ്റിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചത്തുപോകുന്നുണ്ട് കുഞ്ഞുങ്ങൾ, രക്ഷപ്പെടുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഇതിൽ മാറ്റിയിട്ടേക്കാണ്. കുറച്ചും കൂടിയും കുഞ്ഞുങ്ങളുള്ളൂ, അത് കാരണം തന്നെ ഇതിലിട്ടേക്കാണ്. ഇനി ഞാൻ മെയിനായിട്ടുള്ള നമ്മുടെ ഇവറ്റങ്ങളുടെ തള്ളേനൊക്കെ ഞാൻ വേറെ ടാങ്കിക്ക് മാറ്റിയിട്ടു കേട്ടോ. വലിയ ടാങ്കിക്ക് മാറ്റിയിട്ടുണ്ട്. താറാവ് കുളിക്കുന്ന ടാങ്കിക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഒരു വാഴക്കണ്ണ് നട്ടിട്ടുണ്ട്, പക്ഷെ അത് പറിച്ച് മാറ്റി നടാൻ പറ്റില്ല. നല്ല വലിപ്പം വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ അത് അവിടെ വെച്ചേക്കണത്. ഇനി പുറത്തെ കാഴ്ചയും കൂടി കാണിച്ചു തരാം. കോഴിക്ക് ഞാനേ ഉച്ചയ്ക്ക് വാഴല വെട്ടി കൊടുത്തു. നമ്മളിപ്പോൾ പച്ചിലൊന്നും കൊടുക്കാറില്ല. അപ്പോൾ അത് കാരണം തന്നെ ഈ വാഴയുടെ കയ്യാണിട്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് മുട്ടി നിൽക്കായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഞാനത് വെട്ടി ഇവർക്ക് കൊടുത്തത്. എന്താണെന്ന് വെച്ചാൽ ഉറുമ്പുകൾ ഈ കൂടിൻ്റെ ഉള്ളിൽ കയറും. അത് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെട്ടിയിട്ട് ഇവർക്ക് കൊടുത്തതാണ് കേട്ടോ. ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാനിത് വാഴയുടെ ഇലകളൊക്കെ കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ 2 കൂട്ടിൽ ഓരോ മുട്ട വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, കാടക്കോഴിയുടെ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അതിനൊരു കുഴപ്പമില്ല. കാടക്കോഴിയുടെ മുട്ട 2 മുട്ട കിട്ടണുള്ളൂ. അത് നമ്മൾ ഇനി സ്ഥിരമായിട്ട് നമ്മൾ ഫുഡ് 2 നേരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 3 നേരം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ മുട്ട കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. ഇനി പോകെ പോകെ എല്ലാ കാടക്കോഴികളും മുട്ട ഇടുന്നുണ്ടോ. ഇനി നമുക്ക് ഈ മരം നമുക്ക് അപ്പുറത്തെ ബാത്റൂമിൻ്റെ സൈഡിൽ വെക്കാം കേട്ടോ. അവിടെ ഇത്തിരിയും കൂടിയും തണലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. ഈ വാഴയൊക്കെ നട്ടതിന് ശേഷം നമുക്ക് അതാത് സ്ഥലത്ത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം കേട്ടോ. ഈ 2-3 ചെടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഇതിവിടെ ഒരു ബാത്റൂമിൽ നിന്ന് വരുന്ന പൈപ്പ് ഉണ്ട്. അതായത് കുളിക്കണ വെള്ളം മാത്രമേ ഇതിലേ വരള്ളൂ കേട്ടോ. ഇതിവിടുത്തെ മണ്ണ് ഒലിച്ച് പോകണ്ടിങ്ങനെ ഈ ഷീറ്റ് ഇട്ടേക്കണത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് അയക്കണം. ഇത് അയച്ചാലാണ് നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് വെള്ളം പോകാണ്ടിരിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അവിടെ വെള്ളം കെട്ടുന്ന അതൊക്കെ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഞാൻ ദൂരെ ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം സാധാരണ രീതിയിൽ പോയിക്കോളൂ കേട്ടോ.
പിന്നെ ഈ സൈഡിൽ തൂങ്ങി നിൽക്കണുണ്ട്, അത് വെള്ളം ഒന്നല്ല കേട്ടോ, അപ്പുറത്ത് കുനിയാനുണ്ട്. കുനിയാൻ ഇങ്ങോട്ട് ഫുള്ള് മണ്ണ് ഇങ്ങോട്ട് തുറന്നിട്ടേക്കാണ്. അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല, അത് അതിരി ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ട് തുറന്നിടണില്ല. അത് മൊത്തം ഇങ്ങോട്ടാണ് തുറന്നിട്ടാണ്, അതൊന്നും പോകണില്ല കേട്ടോ. നമുക്ക് വല്ല വിഷം എന്തെങ്കിലുമൊക്കെ അടിച്ച് നോക്കണം അവരുള്ള തുരത്താനായിട്ട്, അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് ഫുള്ളായിട്ട് മറിഞ്ഞു വീഴാൻ ചാൻസ് കൂടുതലാണ്. ഇത് നീളത്തിൽ കേട്ടോ, നീളത്തിൽ കിടക്കണ കാരണം തന്നെ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരില്ല. പിന്നെ നമുക്ക് ഈ ഷീറ്റൊന്ന് എടുത്ത് കളയണം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് പോരില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ ലൈനിൽ നമ്മൾ ഇനി ബാക്കിയുള്ള പച്ചക്കറി ഒന്ന് നട്ടു കൊടുക്കണം കേട്ടോ. അവിടെ ഈ ലൈനിൽ അങ്ങനെ നട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കച്ചറായിട്ട് കിടക്കണം നോക്കണ്ട കേട്ടോ, നമ്മളത് ക്ലീൻ ചെയ്യും. നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ക്ലീൻ ചെയ്യാറുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേറെ കോഴികളെ വാങ്ങിയിടണം. നമ്മുടെ രാസമൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നത്, അപ്പം ഇനി അതിനെ തന്നെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴികളെ വാങ്ങി ഇവിടെ ഇടണം. ഈ ഭാഗത്ത് അത്യാവശ്യം തണലുണ്ട്, എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം അവിടെ. പിന്നെ ഈ കൂട് ആ അറ്റത്തേക്ക് പോകണ്ട, ആ പുളിമരയില്ലേ അതിൻ്റെ അപ്പം ആ ഷീറ്റ് കിടക്കണില്ലേ ആ ഭാഗത്തേക്ക് നമുക്ക് ഈ കൂട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഈ കൂട് അങ്ങോട്ട് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം, ആ ഷീറ്റ് ഇരിക്കണ കണ്ടില്ലേ ആ ഭാഗത്ത് ഞാൻ ആ വാഴ ഒന്നും നടാത്ത കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആ താറാവിനൊക്കെ വെള്ളത്തേക്ക് പോയിട്ട് സുഖമായിരിക്കും. പിന്നെ ഈ സൈഡിൽ നമുക്ക് കുറച്ച് ഈ ലൈനിലുണ്ടല്ല, ഈ ലൈനിൽ ഫുള്ളായിട്ട് നമുക്ക് വാഴ നടണം. പിന്നെ ഈ കൂടിയിരിക്കുന്ന ഭാഗത്തായിരിക്കും ചിലപ്പോൾ ചവറൊക്കെ കൂട്ടി കത്തിക്കട്ടോ, അപ്പോൾ അതും ചെയ്യണം. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല വെയിൽ കണ്ടില്ലേ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് വാഴകൾ നട്ട് കൊടുക്കണം കേട്ടോ. വേറെ എന്ത് പച്ചക്കറി നട്ടാലും അവറ്റങ്ങൾ, അതായത് താറാവായാലും കോഴിയായാലും കൊത്തി തിന്നും. അത് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാഴ തന്നെ നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേക്കണം കേട്ടോ. പിന്നെ വാഴക്കണ്ണ് വാങ്ങിക്കാൻ പോകണം, വാഴക്കണ്ണ് വാങ്ങിയിട്ടില്ല, അതൊക്കെ ചെയ്യണം. അതൊന്നിനെ എത്രയും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ താറാവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് വാഴക്കണ്ണ് വാങ്ങി നട്ട് 2 മാസം കഴിയാണ്ട് നമുക്ക് താറാവിനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതേപോലെ തന്നെ താറാവിന് എടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.